ഒരു സിമ്പിൾ മുട്ട ബജി ആയാലോ? എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 4 മുട്ട പുഴുങ്ങാൻ വെക്കാം. അപ്പോഴേക്ക് നമുക്ക് മാവ് സെറ്റാക്കാം. ഒരു 3 സ്പൂൺ കടലപ്പൊടി, അതിലേക്ക് 1.5 സ്പൂൺ മൈദപ്പൊടി, ഒരു 3 സ്പൂൺ അരിപ്പൊടി അതായത് പത്തിരിപ്പൊടി ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ള് ബേക്കിംഗ് സോഡ, പിന്നെ ഒരു കുഞ്ഞു സ്പൂൺ മുളക് പൊടി, ഒരു കുറച്ച് കുരുമുളക് പൊടി, പിന്നെ അരിഞ്ഞു വെച്ച കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അധികം ലൂസായി പോവാതെ നമുക്ക് മാവ് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് മാവ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പുഴുങ്ങിയ മുട്ട നമുക്ക് നടു മുറിച്ച് വയ്ക്കാം. പിന്നെ നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച്, അതായത് ഞാനൊരു നടു കുഴിഞ്ഞ വെള്ളപ്പച്ചട്ടിയാണ് എടുത്തത്. നടു കുഴിഞ്ഞ പാത്രമാകുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ മതിയല്ലോ. അപ്പം മുറിച്ച് വെച്ച മുട്ട മാവിൽ മുക്കി നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പം നമ്മുടെ മുട്ട ബജി ഇവിടെ റെഡിയാണ്. വളരെ സിമ്പിളാണ്. പെട്ടെന്ന് ഒരു ചായ തയ്യാറാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മുട്ട ബജിയും തയ്യാറാക്കാം. സൂപ്പർ ടേസ്റ്റാണ്.